നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുകയും അതുപോലെ വീടിൻ്റെ പരിസരത്ത് നമുക്ക് കിട്ടുന്ന ഇത്രയേറെ ഔഷധ ഗുണമുള്ള ഒരു ഇല ഉണ്ടാവുമോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പറയാൻ പോകുന്നത് പപ്പായയുടെ ഇലയുടെ ഗുണങ്ങളാണ്. 7 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതികൾ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഏത് രീതിയിലൊക്കെ കഴിക്കണം, അതുപോലെ ഇത് കഴിക്കാൻ പാടില്ലാത്തവരാരാണ്, എത്ര അളവുകളിലാണ് കഴിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പപ്പായ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടും ആയിരിക്കും. ഒരുപാട് ഔഷധ ഗുണങ്ങൾ നമ്മൾ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ളതാണ്. ഒരുപാട് പേര് ഉപയോഗിക്കുന്നതുമാണ്. പച്ച പപ്പായ കഴിക്കുന്നവരുണ്ട്, പഴുത്ത പപ്പായ കഴിക്കുന്നവരുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഗുണവത്തായിട്ടുള്ളൊരു കാര്യമാണ് പപ്പായയുടെ ഇല എന്നുള്ളത്. കാരണം ഇതിൽ ഒരുപാട് അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഫ്ലവനോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് വിറ്റമിൻസുകൾ, വിറ്റമിൻ എ, വിറ്റമിൻ സി, വിറ്റമിൻ ഇ മുതലായിട്ടുള്ളവ ഉയർന്ന അളവിലാണ് അടങ്ങിയിട്ടുള്ളതും. ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഏറ്റവും ആദ്യത്തെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, ഡെങ്കു ഫീവറിന് വേണ്ടിയിട്ട് ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത്. അതുപോലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിട്ടുള്ളവർക്ക് ഈ കൗണ്ട് കൂട്ടാൻ വേണ്ടി ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിച്ചു പോരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് സയന്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് രാജ്യങ്ങളിൽ ചെയ്തു നോക്കിയിട്ട് വളരെ ഫലപ്രദമായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടിയിട്ടുള്ളതുമാണ്. എങ്ങനെയാണ് ഈ ഒരു പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാൻ വേണ്ടി പപ്പായയുടെ ഇലയിനെ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിനു വേണ്ടിയിട്ട് 2 അല്ലെങ്കിൽ 3 ഇലകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പപ്പായയുടെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ തണ്ടൊക്കെ ഒടിച്ച് കളയണം. അതുപോലെ ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് വരുന്ന ഒരു തണ്ടിൻ്റെ പോർഷൻ ഉണ്ടാവില്ല, ചെറിയ ഒരു ഞരമ്പ് പോകുന്ന പോലത്തെയുള്ള രീതിയിൽ ആ ഒരു പോർഷൻസും നമ്മൾ മാറ്റിയതിന് ശേഷം ഇലകൾ മാത്രമായിട്ട് എടുത്ത് നന്നായി കഴുകിയിട്ട് ഇത് ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക, ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൽ നിന്നും കിട്ടുന്ന സ്വരസം അഥവാ അതിൻ്റെ രസമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവ് നിത്യവും നമ്മൾ ഏകദേശം ഒരു 21 ദിവസം അല്ലെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്തിട്ട്, നമ്മളെപ്പോഴും ഒരു 21 ദിവസമാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇടേണ്ടതാണ്. ഇങ്ങനെ ഒരു 21 ദിവസം വീതം നമ്മൾ കഴിച്ചു പോരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടി ഏറ്റവും ഗുണകരമാണ്. ഇതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻസും മലേറിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അകറ്റാൻ ഏറ്റവും ഗുണകരമാണ്. ബേസിക് ആയിട്ട് 1 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ കഴിച്ചിരിക്കേണ്ടത്. എന്നാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിട്ടുള്ളവരാണെങ്കിൽ ഇത് നമ്മൾ 3 നേരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് 1 ടേബിൾ സ്പൂൺ അളവായിട്ട് നമ്മൾ രാവിലെ ഭക്ഷണത്തിന് മുന്നേ കൊടുക്കും, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ കൊടുക്കും 1 ടേബിൾ സ്പൂണ്, വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ടും 1 ടേബിൾ സ്പൂൺ കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഇതിൻ്റെ ഒരു നീര് നമ്മൾ കുടിക്കുന്നതിലൂടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഉയരാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് രോഗമുക്തി ലഭിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു പ്രധാന മെത്തേഡാണ്. രണ്ടാമത്തെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത്, ഇത് ദഹന സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് കാരണം പെപ്പൈൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ഇതിൽ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ വരാം, കീഴ്വായു ശല്യം, ഏമ്പക്കത്തിൻ്റെ പ്രശ്നം, പൊളിച്ചത കെട്ടൽ, അതുപോലെ ഗ്യാസ്, ഇങ്ങനെ മുതലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും കുടലിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ പുറന്തള്ളാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ ഒരു പപ്പായയുടെ ഇല നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മലബന്ധത്തിൻ്റെ പ്രശ്നം ആണ് നിങ്ങളെ അലട്ടുന്നതെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലും, അതുപോലെ തന്നെ ഗ്യാസ്, കീഴ്വായു ശല്യം, ഏമ്പക്കം ഇടയ്ക്കിടയ്ക്ക് വരിക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കാണെങ്കിൽ മറ്റൊരു രീതിയിലുമാണ് ഉപയോഗിക്കേണ്ടത്. മലബന്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഏകദേശം 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള പപ്പായയുടെ നീരെടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലയിൽ നമുക്ക് ആ ഒരു തണ്ടൊക്കെ മാറ്റിയിട്ട് ഇല മാത്രമായിട്ട് ഇടിച്ച് പിഴിഞ്ഞ നീര് 2 ടേബിൾ സ്പൂൺ അളവായിട്ടുള്ളത് എടുക്കുക. അതിനകത്തേക്ക് ഏകദേശം 1/2 ഗ്ലാസ് അളവായിട്ടുള്ള വെള്ളവും നമുക്ക് ചേർക്കാവുന്നതാണ്. അതുപോലെ അത് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരു റോബസ്റ്റയുടെ പഴം നമ്മൾ അടിച്ച് ചേർക്കുക. മിക്സിയിലിട്ട് ജ്യൂസ് ആയിട്ടുള്ള രീതിയിൽ അടിച്ച് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള ചിയാ സീഡ്, തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ചിയാ സീഡും ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. ഇത് 3ഉം കൂടി മിക്സിയിലിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ജ്യൂസ് ഫോം ആവും. എന്നിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് കൽക്കണ്ടമോ തേനോ ചേർത്ത് കുടിക്കുന്നത് ഈ ഒരു മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ പുറന്തള്ളാനും എല്ലാ ദിവസവും ശരിയായ രീതിയിൽ ശോധന നടത്താൻ വേണ്ടിയിട്ടും സഹായകരമാകുന്ന ഒരു രീതിയാണ് ഇത്. ഒരു 7 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മോഷനൊക്കെ കറക്റ്റ് ആവുന്ന സമയത്ത് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ 2-3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇതുപോലെ ഒരു 7 ദിവസം കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്.
ചെയ്യാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ജ്യൂസ് കുടിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്ന ഒരു രീതിയാണ്. ഇനി ഏമ്പക്കം ഇടയ്ക്കിടയ്ക്ക് വരിക, അതുപോലെ തന്നെ കീഴ്വായു ശല്യത്തിന് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പപ്പായയുടെ കുരുവാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. കുരു ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയിൽ നിന്നും 1/4 ടീസ്പൂൺ അളവായിട്ടുള്ള പൊടിയെടുത്ത് കുറച്ച് തേനിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഏമ്പക്കം, ഗ്യാസ്, കീഴ്വായു ശല്യം മുതലായിട്ടുള്ളവയിൽ ഏറ്റവും ഗുണകരമാണ്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകളും വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയും ഏറെ ഗുണകരമാകുന്നു എന്നുള്ളതാണ്. ഇതിന് കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി തന്നെയാണ്. ഇത് ആർത്രൈറ്റിസ് കണ്ടീഷൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് വേദനകളും നീർക്കെട്ടുകളും കുറയ്ക്കുകയും സ്ത്രീകളിലെ ആർത്തവ സമയത്തുണ്ടാവുന്ന വേദനകൾ കുറയ്ക്കാനും ഏറെ ഗുണകരമാണ്. ഇത് 2 രീതികളിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് പുറമേ പുരട്ടുന്ന രീതിയും മറ്റൊന്ന് ഉള്ളിൽ കഴിക്കേണ്ട രീതിയുമാണ്. പുറമേ പുരട്ടുന്ന രീതിയിൽ നമുക്ക് ഇലകൾ ഏകദേശം 1 പിടി അളവായിട്ടുള്ള പപ്പായയുടെ ഇലയെടുത്ത് നന്നായി അരച്ചിട്ട് അതിനകത്തേക്ക് ഒരു നുള്ള് നമുക്ക് കല്ലുപ്പും കൂടി ചേർത്ത് അരച്ചെടുക്കേണ്ടതാണ്. എന്നിട്ട് ആ വേദനയുള്ള ഭാഗത്ത് അത് നമുക്ക് പൊത്തി ലേപനം പോലെ പുരട്ടി കൊടുക്കാവുന്നതാണ്. 1/4 മണിക്കൂറിന് ശേഷം ചെറു ചൂടുവെള്ളം കൊണ്ട് ആ ഭാഗം ഒപ്പിയെടുത്ത് കളയുകയും ആ ഭാഗത്ത് കല്ലുപ്പിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി പിടിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ഗുണകരമായിട്ടുള്ള ആ ഒരു വേദനകൾ അകറ്റാൻ വേണ്ടി ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയാണ്. മറ്റൊന്ന് ഉള്ളിൽ കഴിക്കേണ്ടതാണ്. ഇത് നമുക്ക് ദിവസവും 1 ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള പപ്പായയുടെ നീര് ഉള്ളിൽ കഴിക്കുന്നതും ഈ പറഞ്ഞിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടും നല്ലതാണ്. നാലാമതായിട്ട് വരുന്നത് ഇത് ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതിന് കാരണം വിറ്റമിൻ സിയും വിറ്റമിൻ ഇയും സമൃദ്ധമായിട്ട് തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ടും ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. പപ്പായയുടെ ഇല വെച്ചുള്ള ടോണർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പാക്സ് ആയിട്ട് നമ്മൾ ചില ഇപ്പം മുൾത്താനും വിട്ട് പോലെയുള്ളവയിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാക്ക് കൂട്ടുന്ന സമയത്ത് അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പപ്പായയുടെ ഇലയുടെ ജ്യൂസ് എടുത്ത് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുന്നത് പിമ്പിൾസ് അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ, മുഖക്കുരു വന്നു പോയിട്ടുള്ള പാടുകൾ, അൺഈവൻ സ്കിൻ ടോൺസ് ഒക്കെ തന്നെ നേരെയാക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഹെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ നമുക്ക് താരൻ്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ അവർക്ക് ഇതൊരു പപ്പായൻ്റെ ഒരു പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് പപ്പായയുടെ ആ ഒരു പാക്ക് നമ്മൾ അരച്ചെടുക്കുക, കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ തൈരും കൂടി മിക്സ് ചെയ്യേണ്ടതാണ്. 2 ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള തൈരും ചേർത്തിട്ട് ചർമ്മങ്ങളിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ഇതൊരു പാക്കായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാറ്റാനും ഹെയർ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യം കൂടിയിട്ടാണ്. 5ാമതായിട്ട് വരുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാം. വിറ്റമിൻ എയും വിറ്റമിൻ സിയും ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടാക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒരു പപ്പായയുടെ ഇല തണ്ടും ഒക്കെ തന്നെ മാറ്റിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി അതൊന്ന് ചതച്ചെടുത്തിട്ട് 2 ഗ്ലാസ് അളവായിട്ടുള്ള വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ചിട്ട് 1/2 ഗ്ലാസ് ആക്കി വറ്റിക്കുക. ഈ 1/2 ഗ്ലാസ്സിൽ നിന്നും വീണ്ടും പകുതിയായിട്ട് നമ്മൾ എടുക്കാവുന്നതാണ്. അതിൻ്റെയും പകുതി ഒരു 1/4 ഗ്ലാസ് അളവായിട്ടുള്ളത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. അതുപോലെ വൈകുന്നേരം ഈ ഒരു പപ്പായയുടെ വെള്ളം കുടിക്കുന്നതും ഏറ്റവും ഗുണകരമാണ്. നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഏറെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇനി 6ാമതായിട്ട് വരുന്നത് നമ്മുടെ ശരീരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും പുറന്തള്ളാൻ വേണ്ടിയിട്ടും നമ്മുടെ കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇതിന് വേണ്ടിയിട്ട് 2 പപ്പായയുടെ ഇല എടുക്കുക, അത് ചതച്ച് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക. 2 ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള നീരെടുക്കുക. ഈ 2 ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള നീര് ഒരു ഇളനീർ വെള്ളത്തിനകത്തേക്ക് 1 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വരുന്ന ഒരു ഇളനീർ വെള്ളത്തിനകത്തേക്ക് ചേർത്തിട്ട് ഇത് നമ്മൾ കുടിക്കുന്നത് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു രീതിയാണ്. ഇത് 11 മണി സമയത്തോ രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ രാവിലെ 11 മണി സമയത്ത് കുടിക്കുന്നതും ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇനി അവസാനമായിട്ട് 7ാമതായിട്ട് വരുന്നത് കഫക്കെട്ട്, അതുപോലെ ചുമ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക്, നെഞ്ചിൽ അമിതമായിട്ട് കഫം കെട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ട് ആവി പിടിക്കുന്ന ഒരു രീതിയാണ്. ഇത് നമ്മൾ സാധാരണ ആവി പിടിക്കുന്ന സമയത്ത് പപ്പായയുടെ 1 അല്ലെങ്കിൽ 2 ഇല മുറിച്ചിട്ടിട്ട് ആ ഒരു വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ ആവി കൊള്ളുന്നത് രീതിയാണ്. അതുപോലെ തന്നെ ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 1 സ്പൂൺ അളവായിട്ടുള്ള പപ്പായയുടെ നീരെടുക്കുക. അതിനകത്തേക്ക് 1 നുള്ള് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. അതുപോലെ കുറച്ച് കൽക്കണ്ടവും മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഈ ഒരു കഫക്കെട്ട്, ചുമ, അതുപോലെ ഒച്ചയടപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമായിട്ടുള്ള ഒരു രീതിയാണ്. ഇവയൊക്കെയാണ് ഈ ഒരു 7 ഗുണങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ ഉചിതമായിട്ട് തോന്നുന്നത് അത് തിരഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തവരെന്ന് പറയുന്നത് ഇത് നമ്മൾ അമിതമായിട്ട് ചൂടുള്ള ശരീരത്തിലൊക്കെ അമിതമായിട്ട് ചൂട് വരുന്ന ഒരു തീർച്ചയായിട്ടും അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ പൊതുവെ നമ്മൾ ചൂട് സമയത്ത്, കാരണം ഇത് പപ്പായ കുറച്ച് തീക്ഷ്ണ
ഭക്ഷണമായതുകൊണ്ട് തന്നെ ചൂട് സമയത്ത് അധികം ഉപയോഗിക്കാറുള്ളതല്ല. വളരെ ചെറിയ എമൗണ്ടിലായിരിക്കും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഉണ്ടാവുന്നത്. ഒരു ഗ്ലാസ് പപ്പായയുടെ ജ്യൂസൊന്നും ആയിട്ട് എടുത്ത് കുടിക്കരുത്. പറയുന്ന അളവിൽ ഒരു ടേബിൾ സ്പൂൺ അളവെന്ന് പറയുമ്പോൾ ആ ടേബിൾ സ്പൂൺ അളവ് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അമിതമായിട്ട് ഒരു കാര്യവും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. ഇത് ഉപയോഗിക്കേണ്ട ഒരു കാലയളവെന്ന് പറയുന്നത് എപ്പോഴും സേഫ് ആയിട്ടുള്ളതാണെങ്കിലും ഒരു 21 ദിവസം വരെയാണ് മാക്സിമം ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 7 തൊട്ട് 21 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാം. 7 ദിവസം എന്തായാലും ഉപയോഗിക്കുക. 21 ദിവസം വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാം. അതിനുശേഷം ഒരാഴ്ച ഗ്യാപ്പ് ഇടുക. വീണ്ടും ഇതുപോലെ ഒരു 21 ദിവസം ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടനുസരിച്ച് പിന്നെ ഭാവിയിലേക്ക് ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.